ബാറുകളുടെ സമയം നീട്ടൽ തീരുമാനം ബജറ്റ് ദിവസം ആരും അറിഞ്ഞില്ല. ഇടതുമുന്നണി യോഗത്തിലോ മന്ത്രിസഭാ യോഗത്തിലോ അറിയിക്കാതെ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ വർദ്ധിപ്പിക്കാൻ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിൽ നിന്നും മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ചത് ബജറ്റ് ദിവസമായ ജനുവരി 29-ന് വൈകിട്ട് 3:43-നാണ് എം.ബി. രാജേഷ് ഫയൽ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. ദ്രുതഗതിയിൽ തീരുമാനമെടുത്ത് 31-ന് വൈകിട്ട് 5:15-ന് മുഖ്യമന്ത്രി ഫയൽ എക്സൈസ് മന്ത്രിക്ക് തിരിച്ചയച്ചു. ഫെബ്രുവരി 2-നാണ് മന്ത്രി എം.ബി. രാജേഷ് ഫയൽ നികുതി വിഭാഗത്തിന് കൈമാറിയത്. 2025 സെപ്റ്റംബറിൽ തന്നെ ബാർ ഉടമകളുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ നികുതി വകുപ്പ് ഫയൽ തുറന്നിരുന്നു. എന്നാൽ എക്സൈസ് വകുപ്പിൽ ഫയൽ നീക്കം മന്ദഗതിയിലായതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഫയൽ വിളിപ്പിച്ച് തീരുമാനമെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് ബാർ ഉടമകളുടെ ദീർഘകാല ആവശ്യം സർക്കാർ സാധിച്ചു കൊടുത്തിരിക്കുന്നത്. അടുത്ത മദ്യനയം ഇറക്കേണ്ടത് പുതിയ സർക്കാരാണ് എന്നിരിക്കെയാണ് നയത്തിന് മുൻപേ ബാറുകൾക്ക് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. വിജ്ഞാപനം ചെയ്യപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ഇതുവരെ ബാറുകൾക്ക് 10-12 എന്ന സമയം അനുവദിച്ചിരുന്നത്. വിദേശ മദ്യചട്ടത്തിൽ വരുത്തിയ ഭേദഗതികളോടെ ഇതെല്ലാ ബാറുകൾക്കും ബാധകമാക്കി. പുതിയ പരിഷ്കാരമനുസരിച്ച് 5 സ്റ്റാർ ബാറുകൾ അധിക ഫീസ് അടച്ചാൽ പുലർച്ചെ 3 വരെ തുറന്നു പ്രവർത്തിക്കാം. കഴിഞ്ഞ പുതുവത്സര തലേന്ന് വിനോദസഞ്ചാരികളുടെ വരവ് കണക്കിലെടുത്ത് എല്ലാ ബാറുകൾക്കും ഡിസംബർ 31-ന് രാത്രി 12 വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. തീരുമാനം ഏത് തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് പരിശോധിച്ചുറപ്പിച്ചതിനു ശേഷമാണ് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ച് വിജ്ഞാപനം ഇറക്കിയത്. ഏതായാലും ദീർഘിപ്പിച്ചതല്ല ഏകീകരിച്ചതെന്ന് ബാർ സമയം കൂട്ടിയതിനെ ന്യായീകരിച്ച് എം.ബി. രാജേഷ് രംഗത്ത് വന്നെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് വ്യക്തം. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട് കത്തോലിക്കാ സഭ പറഞ്ഞത് കേട്ടിട്ടില്ല. സർക്കാർ ഡീലുകൾ ഉണ്ടാക്കുന്നവരല്ല, മദ്യം വർജിക്കേണ്ടത് കഴിക്കുന്ന ആളുകളാണ്. മദ്യവിരുദ്ധ സമിതികൾ ഊർജിതമായി പ്രവർത്തിക്കണം. ആളുകളെ പിന്തിരിപ്പിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്യണം. മദ്യപിക്കാൻ പാടില്ല എന്ന് CPM ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. മദ്യവർജനമാണ് സർക്കാർ നയം, നിരോധനമല്ല. മദ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചാൽ മതി. മദ്യ വ്യവസായം ഈ സർക്കാർ കണ്ടുപിടിച്ചതല്ല. മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? മദ്യനിരോധനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. നിരോധനം എന്നത് ലോകത്തെവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? ബാർ സമയം കൂട്ടിയത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമെന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് ശരിയല്ല. ബാർ സമയം നീട്ടിയതിനെ സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. ബാർ സമയം കൂട്ടാൻ ഫയൽ തിടുക്കത്തിൽ ഒപ്പിട്ടു എന്ന ആരോപണം ശരിയല്ല. വളരെ സാവധാനമാണ് ഫയൽ നീങ്ങിയത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തന്നെ തീരുമാനമുണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തിനും അതറിയാമായിരുന്നു. അനുകൂല നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു.